മലാക്കി 1:8. നിങ്ങൾ കണ്ണു പൊട്ടിയതിനെ യാഗം കഴിപ്പാൻ കൊണ്ടുവന്നാൽ അത് ദോഷമല്ല. നിങ്ങൾ മുടന്തും ദീനമുള്ളതിനെ അർപ്പിച്ചാൽ അതും ദോഷമല്ല. അതിനെ നിന്റെ ദേശാധിപതിക്ക് കാഴ്ചവെക്കുക, അവൻ പ്രസാദിക്കുമോ? നിന്നോട് കൃപ തോന്നുമോ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. അത് കുറച്ചുകൂടി ക്ലിയർ ആവുന്നതിന്റെ ഇംഗ്ലീഷിലുള്ള ട്രാൻസ്ലേഷൻ വായിക്കുമ്പോഴാണ്. ആൻഡ് വെൻ യു ഓഫർ ദ ബ്ലൈൻഡ് ആസ് എ സാക്രിഫൈസ്, it not evil. And when you offer the lame and sick, is it not evil? Offer it to your governor. Would he be pleased with you? Would he accept you favorably? Says the Lord. ഇംഗ്ലീഷ് വായിച്ചത് അതിന് കറക്റ്റ് മീനിങ് നമുക്ക് മനസ്സിലാവാണ്. കാരണം മലയാളത്തിൽ നിങ്ങൾ കണ്ണുപൊട്ടിയതിനെ യാത്ര കഴിപ്പാൻ കൊണ്ടുവന്നാൽ അത് ദോഷമല്ല, അങ്ങനെ ഒരു ഫുൾ സ്റ്റോപ്പിലാണ്. പക്ഷെ ഇംഗ്ലീഷിൽ അതൊരു ക്വസ്റ്റ്യൻ മാർക്കിലാണ് ചോദിക്കുന്നത്. അത് ദോഷമല്ലേ എന്നുള്ള രീതിയിലാണ്. നിങ്ങൾ മുടന്തും ദീനമുള്ളതിനെ അർപ്പിച്ചാൽ അതും ദോഷമല്ലേ? അതിന് നിന്റെ ദേശാധിപതിക്ക് കാഴ്ചവെക്കുക, അവൻ പ്രസാദിക്കുമോ? അവിടെ ക്വസ്റ്റ്യൻ മാർക്കുണ്ട്. നിങ്ങളോട് കൃപ തോന്നുമോ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് പ്രസാദം കഴിക്കുമ്പോൾ, ദൈവത്തിന് യാഗം കഴിക്കുമ്പോൾ ഏത് തരത്തിലുള്ള യാഗം കഴിക്കണം, അല്ലെങ്കിൽ എപ്രകാരം യാഗം കഴിക്കണം എന്നതിനെ കുറിച്ച് ദൈവം തന്റെ ജനത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കാണുന്നത്. അതിന്റെ 9-ാം വാക്യത്തിൽ, ആകയാൽ ദൈവം നമ്മോട് കൃപ കാണിപ്പാൻ തക്കവണ്ണം അവനെ പ്രസാദിപ്പിച്ചു കൊള്ളും. അപ്പം ദൈവത്തെ എന്ത് ചെയ്യണം? നമ്മൾ പ്രസാദിപ്പിച്ചു കൊള്ളണം. ദൈവം നമ്മളോട് കൃപ കാണിപ്പാൻ ദൈവത്തെ നാം പ്രസാദിപ്പിക്കേണ്ടത് ആവശ്യം. നിങ്ങൾ ഇതൊക്കെയും ചെയ്തിരിക്കുന്നു, അവൻ നിങ്ങളോട് കൃപ തോന്നുമ്പോൾ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. സ്തോത്രം. ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിന് വേണ്ടി ഒരു മനുഷ്യൻ എങ്ങനെയൊക്കെ ചെയ്യണം എന്നൊരു കാര്യത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പം യാഗം കഴിക്കുന്നതിനെ കുറിച്ച് അവിടെ പറഞ്ഞു വരുന്നത്. സ്തോത്രം. ഞാൻ ഈ പകൽക്കാലം ദൈവജനത്തോളം ബന്ധത്തിൽ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ. പ്രാർത്ഥന എന്ന യാഗത്തെക്കുറിച്ചാണ് ഞാൻ ഈ പകൽക്കാലം ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. സ്തോത്രം. ദൈവസന്നിധിയിൽ നമ്മൾ കഴിക്കുന്ന പ്രാർത്ഥനകൾ, ഹല്ലേലൂയ, നമ്മൾ ചിലവഴിക്കുന്ന സമയങ്ങൾ ദൈവത്തിന് തീർച്ചയായിട്ടും പ്രസാദകരമാകുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ട വളരെ ആവശ്യമാണ്. ഹല്ലേലൂയ. സ്തോത്രം. കാരണം പ്രാർത്ഥനയെ ഒരു എന്താ പറയാ, ഫസ്റ്റ് പ്രിയോറിറ്റി കൊടുക്കാതെ, അല്ല നമുക്ക് കിട്ടുന്ന ഒരു സമയത്തിന്റെ ഒരു ഭാഗം, അല്ലെങ്കിൽ ഒരു നിമിഷം, അല്ലെങ്കിൽ ചില മൊമെന്റ്സ്, അല്ലെങ്കിൽ ചില ഏറ്റവും കുറവ് ലെഫ്റ്റ് ഓവർ ഒക്കെ പോലെ അല്പമായിട്ട് മാറ്റിവെക്കുന്ന ഒരു സമയമായിട്ട് പ്രാർത്ഥനയെ വിശ്വാസികൾ എന്ന് പറയുന്ന സമൂഹം, പ്രത്യേകിച്ച് ഇന്നത്തെ നമ്മൾ ചുറ്റും കാണുന്ന ഒരുപാട് ചേർച്ചസ് ആൻഡ് വിശ്വാസ സമൂഹം മാറ്റിക്കൊണ്ടുവരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സ്തോത്രം. കാരണം കർത്താവ് ഇവിടെ വ്യക്തമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ജനത്തോടെ ബന്ധത്തിൽ. നിങ്ങൾ കണ്ണു പൊട്ടിയതിനെ യാഗം കഴിപ്പാൻ കൊണ്ടുപോകുന്നാൽ അത് ദോഷമല്ലേ? നിങ്ങൾ മുടന്തും ദീനമുള്ളതിനെ അർപ്പിച്ചാൽ അതും ദോഷമല്ലേ? ഇത് നീ നിന്റെ ദേശാധിപതിക്ക് കാഴ്ചവെക്കും, പ്രസാദിക്കുമോ? ഹല്ലേലൂയ. സ്തോത്രം. ഈവൻ നമ്മളുടെ ദേശാധിപതിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രസാദമാകുമോ? സ്തോത്രം. അല്ല, നമ്മൾ അതിന്റെ ആഴം ചിന്തിച്ചാൽ മനസ്സിലാകും. അപ്പോൾ നമ്മൾ ബാക്കി എല്ലാ കാര്യങ്ങളും ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് കാര്യങ്ങളെ കൊണ്ടുപോയി ദൈവസന്നിധിയിലോട്ട് വരുമ്പോഴേക്കും, കർത്താവെ, അങ്ങനെ പലപ്പോഴും നമ്മൾ തീരുമാനമെടുക്കും, കർത്താവെ ഞാൻ ഇത്രയും സമയം പ്രാർത്ഥിക്കാം, അല്ലെങ്കിൽ ഇത്രയും സമയം ദൈവസന്നിധിയിൽ ഇരിക്കാം, അല്ലെങ്കിൽ കർത്താവ് ഇത്രയും സമയം മാറ്റിവെക്കാന്നൊക്കെ പലപ്പോഴും നമ്മൾ തീരുമാനങ്ങൾ എടുക്കും. പക്ഷെ പിന്നീട് നമ്മളെ പ്രയോറിറ്റി മാറി മറിഞ്ഞു പോകും. ഹല്ലേലൂയ. ദൈവം നീ എന്റെ സിറ്റുവേഷൻ അറിയുന്നല്ലോ എന്ന രീതിയിലോട്ട് നമ്മുടെ കാര്യങ്ങൾ മാറി മറിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ ആ കാര്യം കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ ഇന്ന കാര്യം കഴിഞ്ഞിട്ട്, ഇതും കൂടി ചെയ്ത് കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ ഈ പണി കൂടെ കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ കർത്താവേ ഹല്ലേലൂയ, ഇന്ന് എനിക്ക് വേറെ 1-2 കാര്യങ്ങളുണ്ടല്ലോ, അതും കഴിഞ്ഞ്, അല്ലെങ്കിൽ ഫാമിലിയുടെ ഒരു മാറ്റർ ആയിരിക്കാം, നമ്മുടെ ജോലിയുടെ ഒരു മാറ്റർ ആയിരിക്കാം, അങ്ങനെ അതും, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയാ എന്റർടൈൻമെന്റൊക്കെ, അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങൾക്ക് TV കാണാനോ വാർത്ത കാണാനോ ഒക്കെ എടുക്കുന്ന കാര്യങ്ങളായിരിക്കാം. അതെല്ലാം കഴിഞ്ഞിട്ടായിരിക്കാം ചിലപ്പോൾ ചില ലെഫ്റ്റ് ഓവർ പോലെ ചില സമയങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കാൻ എടുക്കുന്നത്. സ്തോത്രം. എന്നാൽ ദൈവമക്കളെ, വചനം ഇവിടെ വ്യക്തമായിട്ട് പറയുന്നു. സ്തോത്രം. അങ്ങനെയുള്ള പ്രാർത്ഥനകൾ, ഹല്ലേലൂയ, അങ്ങനെയുള്ള യാഗങ്ങളുടെ ദൈവം പ്രസാദിക്കുന്നില്ല. ഹല്ലേലൂയ. വളരെ ഒരു താക്കീത് പോലെ പറയും. നമുക്കറിയാം, നോഹയുടെ കാലത്തോട്ട് കടന്നു വരുമ്പോൾ, സ്തോത്രം, നോഹയും ലോത്തിന്റെ ഒക്കെ കാലഘട്ടം നമ്മൾ പഠിക്കുമ്പോൾ, സ്തോത്രം, ഹല്ലേലൂയ, അവരും ആ കാലഘട്ടത്തിൽ ജനവും ഇരുന്ന് വ്യത്യസ്തരായിരുന്നില്ല. മലാക്കിയുടെ പറയുമ്പോൾ നോഹയുടെ കാലത്തുള്ള ജനം വ്യത്യസ്തരായിരുന്നില്ല. കാരണം അവരുടെയും മുൻഗണനകൾ, ലൈഫിലെ പ്രയോറിറ്റീസ് മറ്റു പലതിലുമായിരുന്നു. തിന്നുവാനും കുടിക്കുവാനും, അല്ലെങ്കിൽ കൊടുക്കൽ വാങ്ങലുകൾക്കും മറ്റു പല കാര്യങ്ങൾക്കും അവർ പ്രയോറിറ്റി നൽകി ദൈവസന്നിധിയിൽ സമയം ചിലവഴിക്കുവാനോ, അല്ലെങ്കിൽ ദൈവത്തിന്റെ ന്യായവിധിയുടെ ശബ്ദങ്ങളെ തിരിച്ചറിയുവാനോ, കേൾക്കുവാനോ, അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്യാനോ അവർക്ക് ടൈമില്ലായിരുന്നു.
അതുകൊണ്ട് നോഹയും കുടുംബത്തെയും ഒഴികെ മറ്റാരെയും ദൈവത്തിന് ഓർക്കാൻ കഴിഞ്ഞില്ല. വലിയൊരു സത്യമാണ് കർത്താവ് വചനത്തിലൂടെ നമ്മോട് വിളിച്ചു പറയുന്നത്. ഈ കാലഘട്ടത്തിലും കാര്യം നമ്മൾ ചേർച്ചുണ്ട്, കാര്യങ്ങളുണ്ട്, ഒക്കെയുണ്ട്. പക്ഷെ നമ്മുടെ പേഴ്സണൽ ലൈഫിലുള്ള നമ്മുടെ പ്രിയോറിറ്റി നമ്മൾ ഓരോരുത്തരും ചെയ്ത്, ഈവൻ ഇൻക്ലൂഡിങ് മീ, ഞാൻ എന്നോടും കൂടി പറയുന്നൊരു കാര്യമാണ്. സോ നമ്മൾ ചിന്തിക്കേണ്ടതാ, ഇന്നലെ വരെ നമുക്ക് അങ്ങനെ ഒരു പ്രയോറിറ്റി ദൈവസന്നിധിയിൽ കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇല്ലെങ്കിൽ സ്തോത്രം, ഇന്നു മുതൽ നമുക്ക് അതിനൊരു മാറ്റം കൊണ്ടുവരുവാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുക. നമുക്ക് പല തിരക്കുകളുള്ളവരാ, ഒരുപാട് കാര്യങ്ങൾ തിരക്കുകളുള്ളവരാ. എന്നാൽ ഒരു കാര്യസാധ്യത്തിന് വേണ്ടി മാത്രം കർത്താവിന്റെ സന്നിധിയിൽ കടന്നു വരുന്നത് മതിയാക്കിയിട്ട് സ്തോത്രം, കൂടുതൽ സമയം നമുക്ക് ഹല്ലേലൂയ സമയത്തെ പ്രയോറിറ്റൈസ് ചെയ്തിട്ട് കൂടുതൽ സമയം കർത്താവിന്റെ സന്നിധിയിൽ കൊടുക്കുവാനും പ്രാർത്ഥനയിൽ കൊടുക്കുവാനും, ഹല്ലേലൂയ ദൈവത്തിന്റെ വചനം പറഞ്ഞതുപോലെ മുടന്തുള്ളതിനെയും അല്ലെങ്കിൽ ഒടിഞ്ഞതിനെയും നുറങ്ങിയതിനെയും കണ്ണില്ലാത്തതിനെയൊക്കെ അർപ്പിക്കുമ്പോൾ ദൈവം പ്രസാദിക്കുന്നില്ല. ദൈവത്തിന് യാഗം കഴിക്കുമ്പോൾ ഏറ്റവും ബലിയർപ്പിക്കേണ്ട ആ മൃഗങ്ങളെ കുറിച്ചൊക്കെ വ്യക്തമായിട്ട് കർത്താവോടെ പറയുന്നുണ്ട്, മലാഖിയിൽ പറയുന്നുണ്ട്. സ്തോത്രം, വളർത്തു മൃഗങ്ങളെ മാത്രമേ കൊണ്ടുവരാൻ പാടുള്ളൂ. അതുപോലെ അശ്രദ്ധയുള്ളത് അല്ലെങ്കിൽ പിന്നെ എന്താ പറയാ സ്തോത്രം, ന്യൂനതകൾ ഉള്ളതിനൊന്നിനും അല്ലെങ്കിൽ അശ്രദ്ധയോടെ നമ്മൾ കൊണ്ടുപോയി യാഗം കഴിക്കാൻ പാടില്ല. അപ്പൊ അവിടെ വചനം ചോദിക്കുകയാണ്, ഇങ്ങനെയുള്ളതിനെയൊക്കെ നിങ്ങൾ ഭരണാധികാരികൾക്ക് ചെയ്യുമോ? സ്തോത്രം. ഭരണാധികാരി നാടുവാഴികൾക്ക് നിങ്ങൾ കൊടുക്കുമോ? സ്തോത്രം. അങ്ങനെ കൊടുത്താൽ അവർ പ്രസാദിക്കുമോ? നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തെ എടുത്ത് പരിശോധിച്ചാൽ കാണാം, നമ്മൾ ഇടപെടുന്ന കാര്യങ്ങളിലൊക്കെയും, പ്രത്യേകിച്ച് നമ്മൾ ജോലി കാര്യങ്ങൾക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ മറ്റ് പല ഈ ഭൗതികമായ രീതിയിൽ നമ്മൾ പല കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ അവിടേക്കും ഓരോ സെക്കൻഡുകളും വളരെ വിലയേറിയതാ അല്ലേ? സ്തോത്രം. ഓരോ കാര്യങ്ങൾ എത്ര പെർഫെക്ഷനോടെ നമ്മൾ ചെയ്ത് തീർക്കാൻ താല്പര്യപ്പെടുന്നത്. ബട്ട് പ്രെയറിന്റെ കാര്യത്തോട്ട് വരുമ്പോൾ അതിലും അതിശക്തനായ കർത്താവിന്റെ സന്നിധിയിലാണ് നമ്മൾ ഇരിക്കുന്നത്. അവിടെ നമുക്ക് ഒരശ്രദ്ധ ഒരലഭാവം പാടില്ല. ഹല്ലേലൂയ, സ്തോത്രം. നമ്മളുടെ എല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവിന്റെ സന്നിധിയിൽ നമ്മൾ കൊടുക്കുന്ന പ്രിയോറിറ്റി, നമ്മൾ കൊടുക്കുന്ന വില, ദൈവമക്കളെ സ്തോത്രം, അത് നമ്മൾ പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞല്ലോ, ജനത്തോട് ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്, യാഗമൃഗത്തെ തിരഞ്ഞെടുക്കുമ്പോൾ വളരെ ശ്രദ്ധാപൂർവം ഓരോ മൃഗത്തെ എടുക്കണം. ഹാലലൂയ. അതിനെ പരിശോധിച്ച് അതിനെന്തെങ്കിലും ഊനമുണ്ടോ, എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടോ എന്നൊക്കെ പരിശോധിച്ചിട്ട് ഒന്നുമില്ലാതെ ഏറ്റവും പെർഫെക്റ്റ് ആയതിനെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യണ്ടേ? യാഗം കഴിക്കേണ്ടത്. സ്തോത്രം. എന്ന് പറഞ്ഞ പോലെ നമ്മുടെയും ലൈഫിൽ ഹാലലൂയ തിക്കിലും തിരക്കിലും പെട്ട് കിട്ടുന്ന അല്പ സമയങ്ങളല്ല സ്തോത്രം. അതിലുപരിയായി ചില സമയം നമുക്ക് സമയം കിട്ടുമ്പോൾ ഹാലലൂയോ വൺഡേയോ ഒക്കെ ദൈവസേനയിൽ പ്രാർത്ഥിക്കാനായിട്ട് മാറ്റുക ചില മണിക്കൂറുകൾ നമ്മൾ പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മൾ ചെലവഴിക്കാൻ നാം തയ്യാറാകുമ്പോൾ സ്തോത്രം, ദൈവത്തിന് യാഗങ്ങൾ പ്രസാദമായിട്ട് മാറും. അങ്ങനെയുള്ള പ്രാർത്ഥനകളുടെ മുമ്പിൽ ദൈവത്തിന് പ്രസാദിപ്പാതിരിക്കാൻ കഴിയില്ല. ഞാൻ പറയുന്നതല്ല, ദൈവവചനം വ്യക്തമാണ് നമ്മൾ പറയുന്ന കാര്യം. സ്തോത്രം. അത് കർത്താവ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കണം. അത് അങ്ങനെയാണ് നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നത്. സ്തോത്രം. ദൈവസന്നിധിയിൽ സമയം ചെലവഴിക്കാൻ, ദൈവസന്നിധി പ്രാർത്ഥന എന്ന് പറയുമ്പോൾ പ്രാർത്ഥന എന്ന യാഗം എന്ന് പറയുമ്പോൾ ഹാലലൂയ അവിടെ ദൈവത്തോട് പറയുന്ന കാര്യം മാത്രമല്ല, കർത്താവിന്റെ സന്നിധിയിൽ ലിസൺ ചെയ്യുക, ദൈവത്തിന് കേൾക്കാനായിട്ട് നമ്മൾ സമയം കൊടുക്കുക. കർത്താവിന്റെ സന്നിധി ചുമ്മാ പോയിരിക്കുക, ദൈവം എന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞ് കണ്ണു അടച്ച് നിങ്ങൾ ഇരുന്ന് നോക്കിയേ, ഹാലയിലെ ചിന്ത ഏകാഗ്രമാക്കിയിട്ട് ചിലപ്പോ ചില മണിക്കൂറുകൾ ഇരിക്കേണ്ട വരും. സ്തോത്രം. തീർച്ചയായും ദൈവ ശബ്ദങ്ങളെ ദൈവം നമ്മളെ കേൾപ്പിക്കും, കാഴ്ചകളെ ദൈവം നമ്മളെ കാണിച്ചു തരും, നമ്മളോട് സംസാരിക്കാൻ ദൈവത്തിന് താല്പര്യമുണ്ട്. ഹാലയിൽ ദൈവം നമ്മളോട് തീർച്ചയായിട്ടും ഇടപെടാൻ തൊക്കെ ഇടയായി തീരും. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവമക്കളെ സ്തോത്ര ഹാലയിൽ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, കൂടുതൽ സമയം ഹാലയിലൂയ നമ്മുടെ പ്രയോറിറ്റി കർത്താവായിരിക്കട്ടെ. നമ്മുടെ ലൈഫിൽ എന്തെല്ലാം നമ്മുടെ ലൈഫിൽ ഉണ്ടെന്ന് പറഞ്ഞാലും സ്തോത്രം, അതിനൊക്കെ സമയം വേണം, അതിനൊക്കെ എല്ലാം ഭംഗിയായിട്ട് പോകണം. അപ്പോൾ തന്നെ നമ്മുടെ മൈൻഡിൽ നമ്മൾ കൊടുക്കേണ്ട പ്രയോറിറ്റി കർത്താവായിരിക്കണം. ഹാലയിലു. അങ്ങനെ ആകുമ്പോൾ ഏത് സമയത്തും കർത്താവിന്റെ സംസാരിപ്പാനും കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ യാത്ര ചെയ്യുമ്പോൾ ആ ലൈഫ് ഏറ്റവും ആനന്ദകരമായി തീരും. സ്തോത്രം. നമ്മുടെ ദൈവത്തിന് നാം പ്രസാദകരമായി തീരും. ദൈവത്തിന്റെ കണ്ണിൽ നമ്മുടെ ലൈഫും സാധകരമായി തീരും. അവിടെ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരാതിരിക്കത്തില്ല, നമ്മുടെ യാചനകൾ ശ്രദ്ധിക്കാതിരിക്കത്തില്ല. സ്തോത്രം. അതുകൊണ്ട് ദൈവസനയിൽ ഹാലയിലൂയ നമ്മളുടെ ചെറിയ ഇവിടെ വചനം പറയുന്നത്, നീ അന്തനെ യാഗമായി അർപ്പിക്കുമ്പോൾ അത് നിനക്ക് ദോഷമല്ലേ? അപ്പം അങ്ങനെ അതായത് നമ്മള് എന്ന പോലെയുള്ള കാര്യങ്ങൾ, ഇംപെർഫെക്ഷൻ ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് ദോഷമാണെന്നാണ് ഇവിടെ പറയുന്നത്. നമുക്കത് ദോഷമായി തീരും. ഹല്ലേലൂയ, സ്തോത്രം. അതുപോലെ മുടന്തനെയും രോഗിയും അർപ്പിക്കുമ്പോൾ അതും ദോഷമല്ലേ? സ്തോത്രം. അപ്പോൾ അത് നിന്റെ ഭരണാധികാരികൾക്ക് അർപ്പിക്കുക, അവ നിന്നെ പ്രസാദിക്കുമോ?
അവ നിന്നെ അനുകൂലമായി സ്വീകരിക്കുമോ? സ്തോത്രം. ഹാലലോ. ഇപ്പൊ സാധിക്കത്തില്ലെന്നുള്ളത് തീർച്ചയാണ്, ഭരണാധികാരികളും അല്ലെ എന്ന് പറഞ്ഞ പോലെ ദൈവസന്നിധിയിൽ ഏറ്റവും പെർഫെക്റ്റ് ആയത് നമ്മൾ കൊടുക്കുമ്പോൾ സ്തോത്രം തീർച്ചയായിട്ടും ദൈവം നമുക്ക് അനുകൂലമായി തീരും. എന്നാൽ ദൈവം നമുക്ക് അനുകൂലമല്ലാതിരിക്കുന്നെങ്കിൽ നാം ഓർക്കുക, എവിടേക്കോ ഇംപെർഫെക്ഷൻസ് നമ്മുടെ ലൈഫിൽ നമ്മൾ അറിയാതെ കിടപ്പുണ്ട്. സ്തോത്രം. എന്നാൽ ദിവസങ്ങൾ അതിനെ കണ്ടുപിടിച്ച് ദൈവസന്നിധിയിൽ അതിനൊന്ന് പുതുക്കുവാൻ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുന്ന പോലെ നമ്മുടെ യാഗങ്ങൾ, നമ്മുടെ പ്രാർത്ഥനകളെ, നമ്മുടെ സമയങ്ങളെ കൂടുതലായിട്ട് ദൈവത്തിന് വേണ്ടി പ്രയോറിറ്റൈസ് ചെയ്യുവാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുക. അങ്ങനെ നാം ചെയ്തു തുടങ്ങുമ്പോൾ നമ്മുടെ ലൈഫ് ദൈവത്തിന് പ്രസാദമാകുന്ന വലിയ ദൈവ പ്രവൃത്തികളെ കർത്താവ് തീർച്ചയായിട്ടും അയക്കാണ്ടൊക്കെ ഇടയായിത്തീരും. അതുകൊണ്ട് ഈ ദിനങ്ങളിൽ ഹല്ലേലൂയ സ്തോത്രം, നമ്മുടെ ലൈഫിലെ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത് കർത്താവിനായിരിക്കട്ടെ, ദൈവത്തിന് ആയിരിക്കട്ടെ. നമ്മുടെ പ്രാർത്ഥന അതൊരു യാഗമാണ്. യാഗം എന്ന് പറയുമ്പോൾ വില കൊടുക്കണം. ഹല്ലേലൂയ സ്തോത്രം. വില കൊടുക്കേണ്ടത് ആവശ്യമുള്ളൂ. യാഗം എന്ന് പറയുമ്പോൾ വില കൊടുക്കേണ്ടതാ. സ്തോത്രം. അതുപോലെ പ്രേയർ എന്ന് പറയുന്നത് ശരിക്കും ഒരു യാഗമാണ്. അതിന് വില കൊടുത്തേ പറ്റത്തുള്ളൂ. സ്തോത്രം. നമ്മുടെ മറ്റു പലതും നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുന്ന മറ്റു പലതും നമ്മൾ വെട്ടി 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 ചുരുക്കിയാലേ നമുക്ക് ഇവിടെ യാഗം കഴിക്കാൻ സാധിക്കത്തുള്ളൂ. അതുപോലെ ഈ പകൽക്കാലം ഇന്നു മുതൽ സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം, നമ്മുടെ ഈ ഫാമിലിയുള്ള എല്ലാവരും സ്തോത്രം ഹല്ലേലൂയ അതേ മക്കളെ സ്തോത്രം, നമ്മുടെ ലൈഫിൽ പ്രയോറിറ്റൈസ് പ്രാർത്ഥന യാഗമാണ് മനസ്സിലാക്കി, ദൈവത്തിന് കൊടുക്കുന്നതെല്ലാം യാഗമായിട്ട് മനസ്സിലാക്കി ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ഏറ്റവും നല്ല കർത്താവിന് കൊടുക്കുവാൻ ദൈവസന്നിധി ചിലവഴിക്കുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവമായ കർത്താവ് അതിനായിട്ട് ഓരോരുത്തരെയും ബലപ്പെടുത്തട്ടെ. പരിശുദ്ധാത്മാവ് നമ്മെ ശക്തീകരിക്കട്ടെ. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.